ഇപ്പൊ ഒരു പയ്യനെ കാണിക്കുന്നു. അവനെ കാണാൻ പാവത്താനാണ് എന്ന് തോന്നുമെങ്കിലും അവന്റെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. ചെക്കൻ ഒരു മാരക സൈക്കോയാണ്. ആ ചെക്കൻ ആദ്യം തന്നെ തന്റെ അനീതിയെയാണ് കൊലപ്പെടുത്തുന്നത്. അതിനുവേണ്ടി അവൾക്കിഷ്ടപ്പെട്ട പാവക്കുട്ടിയെ ഡൈവിംഗ് ബോർഡിന്റെ അറ്റത്ത് ചെന്ന് ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇടുന്നു. ഇത് കണ്ട അവന്റെ അനീതി ആ ഡൈവിംഗ് ബോർഡിന്റെ അറ്റത്ത് ചെന്ന് നിൽക്കുന്നു. ഇവൻ ഈ അവസരം മുതലെടുത്ത് ആ ഡൈവിംഗ് ബോർഡ് ഇളക്കി അവളെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. അങ്ങനെ ആ കൊച്ച് അവിടെ മരണപ്പെടുകയാണ്. അടുത്തതായി ഇവൻ തന്റെ അമ്മയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവരാണെങ്കിൽ ബാത്ത് ടബിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനാണെങ്കിൽ അവന്റെ അമ്മയുടെ ഹെയർ ഡ്രയർ എടുത്ത് ആ ബാത്ത് ടബിലേക്ക് എറിയുന്നു. അത് കാരണം ഷോക്കടിച്ച് അവർ അവിടെ തന്നെ മരണപ്പെടുകയാണ്. ഈ ചെക്കനാണെങ്കിൽ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അടുത്തതായി അവന്റെ അച്ഛനെ കൊല്ലാനാണ് നോക്കുന്നത്. അതിനായി ഇവൻ തറയിൽ ചെറിയ ബോളുകൾ വിതറുന്നു. ഇവന്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവന്റെ അനിയത്തി സ്വിമ്മിംഗ് പൂളിൽ പൊങ്ങിക്കെടുക്കുന്നത് കാണുന്നു. ഇത് കണ്ട് ഇയാൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തറയിൽ വിതറിയിട്ടുള്ള ആ ബോൾ ചവിട്ടി കണ്ണാടി ഗ്ലാസ് പൊട്ടിച്ച് അപ്പുറത്തോട്ട് കടക്കുന്നു. അത്യാവശ്യം ചെറിയ പരിക്ക് പറ്റുന്നുണ്ട്. ഇവനാണെങ്കിൽ അവിടെ കിടന്നിരുന്ന ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്ത് ഇവന്റെ അച്ഛന്റെ തല യാതൊരു കരുണയും കാണിക്കാതെ അടിച്ച് പൊട്ടിക്കുക.